നമസ്കാരം. ട്രിക്ടേണിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്നറിയപ്പെടുന്നത് സൈമൺ കമ്മീഷനാണ്. എന്താണ് സൈമൺ കമ്മീഷൻ? സൈമൺ കമ്മീഷൻ പിൽക്കാലത്ത് ഇന്ത്യയിൽ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? അത് 1935 രൂപീകരിക്കപ്പെട്ട ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണ്? അതിന്റെ പശ്ചാത്തലത്തിൽ സൈമൺ കമ്മീഷൻ എപ്രകാരമാണ് ഒരു പിൻചാലക ശക്തിയായി പ്രവർത്തിച്ചത്? അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് സൈമൺ കമ്മീഷൻ ഇടപെട്ടത്? ഒരു കമ്മീഷൻ എന്ന നിലയിൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ഉടച്ചു വാർക്കുകയും അതിലെ ഭരണപരിഷ്കാരങ്ങളെ നവീകരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായി പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് സൈമൺ കമ്മീഷൻ എന്ന് നോക്കാം. 1927 നവംബർ മാസം 8-ാം തീയതിയാണ് സ്റ്റാൻലി ബാൾഡ്വിൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യക്ക് വേണ്ടി പുതുതായി നിർമ്മിക്കാവുന്ന ഭരണപരിഷ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നത്. അത് 7-അംഗ കമ്മീഷനായിരുന്നു. ആ 7-അംഗ കമ്മീഷന്റെ തലവനായിട്ട് 1927 നവംബർ മാസം 8-ാം തീയതി നിയമിച്ച വ്യക്തിയുടെ പേരാണ് ജോൺ സൈമൺ. ജോൺ സൈമണ് കീഴിൽ അണിനിരന്ന 6 പേരും ജോൺ സൈമണും ചേർന്ന് 1928 ഫെബ്രുവരി മാസം 3-ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന സൈമൺ കമ്മീഷനായി മാറിയ കഥയാണ് നമ്മൾ ഇന്ന് വ്യക്തമായി ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട പ്രധാന കാര്യമുണ്ട്. എന്തിനാണ് സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് എന്നുള്ളതാണ് പരമപ്രധാനമായി നമ്മൾ പഠിക്കുക. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊരു നിയമം പാസ്സായി. അതിനെ നമ്മൾ മറ്റൊരു പേരിൽ കൂടി വിളിച്ചിരുന്നു. അതിങ്ങനെയാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. അതിലെ പോരാക്കുറവുകൾ നികത്തുന്നതിന് വേണ്ടി, ഭാവിയിൽ വരാനിരിക്കുന്ന പുതിയ നിയമനിർമ്മാണത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 1919 വീണുപോയ വീഴ്ചകളെ പരിഹരിച്ച് പുതിയ നിയമക്രമം നിലവിൽ വരുന്ന സമയത്ത് അതിനു വേണ്ടിയുള്ള ഒരു മാർഗനിർദ്ദേശമായി പ്രവർത്തിച്ച് ഒരു ശുപാർശ കമ്മീഷനായി നിലവിൽ വരികയായിരുന്നു 1927 നവംബർ മാസം 8-ന് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം അടിസ്ഥാനപരമായി പഠിച്ചു. സൈമൺ കമ്മീഷനെ രൂപീകരിക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേര് എന്തെന്നാണ്? സ്റ്റാൻലി ബാൾഡ്വിൻ എന്നാണ്. പേരൊന്നുകൂടെ സ്റ്റാൻലി ബാൾഡ്വിൻ എന്നാണ്. അങ്ങനെ 1927 നവംബർ മാസം 8-ാം തീയതി ഏത് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു? സൈമൺ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. സൈമൺ കമ്മീഷൻ രൂപീകരിക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കാരണം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ കൂടുതൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ വേണോ എന്ന് പരിശോധിക്കുക. ഇന്ത്യയിൽ പുതുതായി നിയമിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുതുതായി നിർമ്മിക്കപ്പെടുന്ന നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണപരമായ അധികാരങ്ങൾ കൂടുതലായി ഇന്ത്യക്കാർക്ക് നൽകണമോ എന്നതിനെ കുറിച്ച് പഠിക്കാൻ കൂടിയാണ് 1927 ജോൺ സൈമണെ അധികാരിയാക്കിക്കൊണ്ട്, തലവനാക്കിക്കൊണ്ട് ഏത് കമ്മീഷൻ രൂപീകരിക്കുന്ന? സൈമൺ കമ്മീഷൻ രൂപീകരിക്കുന്നത്. മൂന്നാമത്തെ പ്രധാന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാവിയിൽ ഉണ്ടാകാവുന്ന ഭരണ സംവിധാനത്തെക്കുറിച്ച് എന്ത് ചെയ്യുക? ശുപാർശകൾ നടത്തുക. അതായത് ഭാവിയിൽ നമ്മളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമത്തിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടന്റായി ചേർക്കേണ്ടതാണ്, അടിസ്ഥാനപരമായി ഇന്ത്യക്കാരെ തങ്ങളുടെ ഒപ്പം ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാരെന്ന നിലയിൽ നമ്മളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ ചെയ്ത് പരിഗണിക്കേണ്ടത്, അതിൽ ഉൾപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ എന്നറിയപ്പെടുന്ന. ക്ലിയർ ആണോ? ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആണോ? സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞു നിർത്തി. 1927 നവംബർ മാസം 8-ാം തീയതി ഫോം ചെയ്തു. ആ വർഷം പഠിക്കണേ. 1927 നവംബർ മാസം 8-ാം തീയതിയാണ് ഏത് കമ്മീഷൻ രൂപീകരിക്കുന്നത്? സൈമൺ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ആരാ രൂപീകരിച്ചേ? സ്റ്റാൻലി ബാൾഡ്വിൻ ആണ് രൂപീകരിച്ചത്. നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നും കൂടെ പറയാം. 1919 ഭരണപരിഷ്കാരങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുക, ഇന്ത്യയിൽ കൂടുതൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ വേണമോ എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുക, പരിശോധിക്കുക, ഭാവിയിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് എന്ത് ചെയ്യുക? ശുപാർശകൾ നടത്തുക. ഇതായിരുന്നു പരമപ്രധാനമായും സൈമൺ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷനെ രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഈ സൈമൺ കമ്മീഷൻ ഔദ്യോഗികമായി മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അതിങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. പേരെന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. അപ്പൊ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാ? ജോൺ സൈമൺ കമ്മീഷൻ. അപ്പൊ ജോൺ സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം എന്താണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം അതിങ്ങനെയാണ്, ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. അപ്പൊ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ജോൺ സൈമൺ കമ്മീഷനെയാണ്. ഇനി
ഈ ജോൺ സൈമൺ കമ്മീഷൻ ഏത് വർഷമായി ഇന്ത്യയിലെത്തിയെന്ന് നമ്മളോട് കേരള PSC ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതണം: 1928 ഫെബ്രുവരി മാസം 3-ാം തീയതി. സംശയമില്ല, 1928 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ് ജോൺ സൈമൺ കമ്മീഷൻ എവിടെ വരുന്നത്? ഇന്ത്യയിൽ വരുന്നത്. ക്ലിയർ ആണോ? അദ്ദേഹത്തിനോടൊപ്പം എത്തിയ ആളുടെ പേര്, സൈമൺ കമ്മീഷനോടൊപ്പം അല്ലെങ്കിൽ സൈമൺ കമ്മീഷനിലെ പ്രധാന അംഗങ്ങളായി എത്തിയവരുടെ എണ്ണം 6 അതായത് മൊത്തം അംഗസംഖ്യ 7. ജോൺ സൈമൺ ആണ് ചെയർമാൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ബാക്കി അംഗങ്ങളായിട്ട് എത്തിയത് എത്ര പേരാണ്? ബാക്കി 6 പേരാണ്. ടോട്ടൽ എത്ര പേരുണ്ട്? 7 പേരുണ്ട്. വിവിധ പാർട്ടികളിലെ, ബ്രിട്ടീഷ് പാർലമെന്റിലെ വിവിധ പാർട്ടികളിലുള്ള പ്രധാനപ്പെട്ട അംഗങ്ങളെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ 7 എന്ന് പറയുന്ന അംഗസംഖ്യയിലേക്ക് ഈ കമ്മീഷനെ എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്. അപ്പൊ മൊത്തം അംഗസംഖ്യ 7. ജോൺ സൈമണും ബാക്കി 6 പേരും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ചെറിയൊരു പ്രശ്നം ഈ 7 പേരുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താ അത്? അതിൽ ഒരാൾ പോലും ഇന്ത്യക്കാരനായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാതിരുന്ന ഒരു കമ്മീഷൻ ആയിരുന്നു എന്തെന്നറിയപ്പെടുന്നത് ജോൺ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് പുതുതായി നിർമ്മിക്കുന്ന ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട കമ്മീഷനിൽ ആരില്ല എന്നാണ് പറഞ്ഞു വരുന്നത്? ഇന്ത്യക്കാരില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ആരും മാത്രം? ബ്രിട്ടീഷുകാർ മാത്രം. സ്വാഭാവികമായും അതിൻ്റെ അകത്ത് എന്തു വരാം? സ്വജനപക്ഷപാതം വരാം. അതിനുള്ളിൽ ഇന്ത്യക്കാരൻ്റെ ശരിയായ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാവുന്ന കഴിവില്ലാത്ത ഒരു റിപ്പോർട്ടായിട്ട് അത് മാറാം. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കാരൻ്റെ പ്രശ്നത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവങ്ങളെ ഈ ബ്രിട്ടീഷുകാരെന്ന നിലയിൽ ഇവർ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കാം. തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പ്രാരംഭം മുതൽ തന്നെ ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ എതിർക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. അതിന് മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ദേശീയതാ പ്രസ്ഥാനത്തെ തുടക്കം മുതൽ നയിക്കുകയും സ്വാതന്ത്ര്യ സമരം നേടിയെടുക്കുന്നതുവരെ അതിന് മുൻപന്തിയിൽ ഉണ്ടാവുകയും ചെയ്ത പ്രസ്ഥാനമാണ്. പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1927 എന്നറിയപ്പെടുന്ന വർഷം മദ്രാസ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം MA അൻസാരി എന്നറിയപ്പെടുന്ന INCയുടെ പ്രമുഖനായ നേതാവിനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നു. വർഷം 1927. സ്ഥലം എന്നറിയപ്പെടുന്ന മദ്രാസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് MA അൻസാരിയെ INC അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു. ആ സമ്മേളനത്തിൽ വെച്ച് സൈമൺ കമ്മീഷനെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? എതിർക്കാൻ തീരുമാനിച്ചു. അഥവാ സൈമൺ കമ്മീഷനെതിരായി നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ 1927 ഒരു പ്രമേയം അവതരിപ്പിച്ചു പാസാക്കി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ഏത് വർഷമാണ് സൈമൺ കമ്മീഷനെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രമേയം അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കിനി പറയാനാവണം 1927. ഏത് സമ്മേളനം? മദ്രാസ് സമ്മേളനം. INC അധ്യക്ഷൻ MA അൻസാരി. ക്ലിയർ ആണോ? ശരി. 1927 രൂപീകരിക്കപ്പെട്ട് 1928 ഫെബ്രുവരി മാസം 3-ാം തീയതി ആയപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നു. അപ്പൊ ഏത് വർഷമാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്നത്? 1928 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏത് സമിതിയാണ് അല്ലെങ്കിൽ ഏത് കമ്മീഷനെയാണ്? സംശയമില്ല, സൈമൺ കമ്മീഷനെയാണ്. ഇനി ആരാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് വൈസ്രോയ് എന്ന് ചോദിച്ചുകൂടെ? തീർച്ചയായും ചോദിക്കാം. വൈസ്രോയുടെ പേര് പഠിച്ചു വെച്ചു. ഇർവിൻ. ആരാണ് ആ സമയത്ത് വൈസ്രോയ് എന്നറിയപ്പെടുന്നത്? ഇർവിൻ. അപ്പൊ ഇർവിനാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് വൈസ്രോയ് എന്നറിയപ്പെടുന്നത്. ഇനി നമ്മളോട് ചോദിക്കാം, 1858 ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രകാരം ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരു വ്യക്തിത്വത്തെ നമ്മൾ തിരഞ്ഞെടുത്തു. ആ മനുഷ്യനെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ സ്ഥാനപ്പേരിന് അറിയപ്പെട്ട പേരാണ് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് അവസാനിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പദവി അവസാനിക്കുന്നത്, അവസാന ഘട്ടം വരെയും അത് തുടരുന്നത് ഒക്കെ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം പഠിച്ചു വെച്ചേക്കുക, ഇതേ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് പല രൂപങ്ങളിൽ പല ഘട്ടങ്ങളിലായി കേരള PSC നമ്മളോട് ചോദിച്ചു കഴിഞ്ഞു. ഇന്ന സമയം രൂപീകരിച്ചപ്പോൾ അല്ലെങ്കിൽ ഇന്ന് രൂപീകരിച്ചപ്പോൾ ആരാണ് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ്? അല്ലെങ്കിൽ ഈ സമയത്ത് ആദ്യത്തെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആരാണ്? അവസാനത്തെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആരാണ്? ഇങ്ങനെയൊക്കെ കേരള PSC നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്ന സാഹചര്യത്തിൽ നമ്മൾ പഠിച്ചു വെച്ചോ, സൈമൺ കമ്മീഷൻ ഇന്ത്യ വരുന്ന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ബിർക്കൻ ഹെഡ്. ആരാണ് ആ സമയത്ത്? ബിർക്കൻ ഹെഡ് ആണ് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് സൈമൺ കമ്മീഷൻ വരുന്ന സമയത്ത് ആരാ? ബിർക്കൻ ഹെഡ് ആണ്. നമുക്കറിയാം 7 അംഗ സമിതിയിൽ ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടാകാതിരുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാർ
വ്യക്തമായി നിശിതമായി വിമർശിച്ച് പുറത്താക്കാൻ വേണ്ടി ആഹ്വാനം നടത്തുന്ന കമ്മീഷനെയാണ് സൈമൺ കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. സൈമൺ ഗോ ബാക്ക് എന്നായിരുന്നു ഇന്ത്യക്കാരന്റെ മുദ്രാവാക്യം. ഓരോ ഇന്ത്യക്കാരനും തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു ഇന്ത്യക്കാരനെ പോലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ലല്ലോ, അംഗമായി ഉൾപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജനതയും തെരുവിലിറങ്ങി സൈമൺ കമ്മീഷനെ ഗോ ബാക്ക് സൈമൺ എന്ന് മുദ്രാവാക്യവും മുഴക്കിക്കൊണ്ട് രംഗത്തിറങ്ങുന്ന സമയത്ത് ആ മുദ്രാവാക്യം ജനകീയമാകുന്നു. ആ ജനകീയ മുദ്രാവാക്യം ഇന്ത്യ ഒട്ടാകെ അലയടിക്കുന്നു. ആ മുദ്രാവാക്യമാണ് നമ്മൾ നേരത്തെ വായിച്ചത്, സൈമൺ ഗോ ബാക്ക്. ആ മുദ്രാവാക്യം എഴുതിയ വ്യക്തിയുടെ പേര് യൂസുഫ് മെഹർ അലി എന്നാണ്. അപ്പൊ ആരാണ് ആ മുദ്രാവാക്യം തയ്യാറാക്കിയത്? യൂസുഫ് മെഹർ അലി. അപ്പൊ ശ്രദ്ധിക്കുക, സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം തയ്യാറാക്കിയ വ്യക്തിയുടെ പേര് എന്തെന്നാണ്? യൂസുഫ് മെഹർ അലി എന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്, അതിന്റെ പ്രയോക്താവ് ആരാണ്, അതിന്റെ സൃഷ്ടാവ് ആരാണ്, അല്ലെങ്കിൽ അതിന്റെ വക്താവ് ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ പറയാം? യൂസുഫ് മെഹർ അലിയെ പറയാം. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, മദ്രാസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് 1927 MA അൻസാരിയുടെ നേതൃത്വത്തിൽ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവും മുഴക്കിക്കൊണ്ട് സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള ഒരു പ്രകടനവും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സമ്മേളനത്തിലൂടെ എതിർപ്പും ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? പ്രകടനമൊക്കെ ഉണ്ടായി കേട്ടോ സൈമൺ കമ്മീഷനെതിരെ. ഈ സൈമൺ കമ്മീഷനെതിരെ ദേശീയ തലത്തിലുണ്ടായ പ്രകടനത്തിൽ മദ്രാസിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേരാണ് തങ്കുദൂരി പ്രകാശം അഥവാ ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നൊക്കെയാണ് കക്ഷി അറിയപ്പെടുന്നത്. ഈ തങ്കുദൂരി പ്രകാശമാണ് അല്ലെങ്കിൽ ടി പ്രകാശമാണ് മദ്രാസിൽ ആർക്കെതിരായി സമരം നടത്തിയത് അല്ലെങ്കിൽ ജാഥ നടത്തിയത്? സൈമൺ കമ്മീഷനെതിരായി ജാഥ നടത്തിയത് എന്നറിയപ്പെടുന്നു. ഓക്കെ ആണോ? അപ്പൊ സൈമൺ കമ്മീഷനെതിരെ ഒരു ജാഥ നടത്തിയ വ്യക്തിയുടെ പേര്, എവിടത്തെ ജാഥ? മദ്രാസിലെ ജാഥ നടത്തിയ വ്യക്തിയുടെ പേര് ടി പ്രകാശം എന്നാണ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. നമുക്കിനി സൈമൺ കമ്മീഷനിൽ അംഗങ്ങളുടെ എണ്ണം ജസ്റ്റ് ഒന്ന് നോക്കാം. 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതിൽ ഒന്നാമത്തെ വ്യക്തിയുടെ പേര് എന്തെന്നാണ്? ജോൺ സൈമൺ എന്നുള്ളതാണ്. രണ്ടാമത്തെ പേര് ക്ലെമന്റ് ആറ്റ്ലി എന്നുള്ളതാണ്. ഈ പേര് നിങ്ങൾ കേട്ടിരിക്കും. നിങ്ങൾ ആറ്റ്ലിയുടെ പ്രഖ്യാപനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ടാവും. 1948 ജൂൺ മാസത്തോടുകൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് 1947 ഫെബ്രുവരി മാസം 20-ാം തീയതി വലിയ കാര്യത്തോടെ കൊട്ടിഘോഷിച്ച ഒരു പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയെ നമുക്കറിഞ്ഞുകൂടെ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ക്ലെമന്റ് ആറ്റ്ലി എന്നാണ്. ശരിയല്ലേ? ഇന്ത്യ വിഭജിക്കപ്പെടുന്ന സമയത്ത് ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? ക്ലെമന്റ് ആറ്റ്ലിയാണ്. ശരിയല്ലേ? ഇതേ ക്ലെമന്റ് ആറ്റ്ലി തന്നെയല്ലേ ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കാൻ ലൂയി മൗണ്ട് ബാറ്റനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്? അതെ, ഇതേ ലൂയി മൗണ്ട് ബാറ്റൻ ഏതിൽ അംഗമായിരുന്നു? ഇതേ ക്ലെമന്റ് ആറ്റ്ലി, ലൂയി മൗണ്ട് ബാറ്റൻ അല്ല, ക്ലെമന്റ് ആറ്റ്ലി ഏതിൽ അംഗമായിരുന്നു എന്നാണ് ഞാൻ പറയണേ? സൈമൺ കമ്മീഷൻ അംഗമായിരുന്നു. അപ്പോൾ സൈമൺ കമ്മീഷൻ അംഗമായിരുന്ന പ്രധാനപ്പെട്ട പിൽക്കാല ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ആരെന്നറിയപ്പെടുന്നത്? ക്ലെമന്റ് ആറ്റ്ലി എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് വെർണൻ ഹാർട്ട്ഷോൺ. പേര് പറഞ്ഞേ, വെർണൻ ഹാർട്ട്ഷോൺ. മറ്റൊരാളാണ് എഡ്വേർഡ് കഡോഗൻ. പേരെന്താണ്? എഡ്വേർഡ് കഡോഗൻ. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു എഡ്വേർഡ് കഡോഗൻ എന്നറിയപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജോർജ് ലെയ്ൻ ഫോക്സ്. മറ്റൊരാളാണ് ആരെന്നറിയപ്പെടുന്നത്? ജോർജ് ലെയ്ൻ ഫോക്സ്. ഇനി മറ്റൊരാളാണ് ഡൊണാൾഡ് ഹൊവാർഡ്. മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് ഡൊണാൾഡ് ഹൊവാർഡ്. മറ്റൊരാളാണ് ഹാരി ലെവി ലാസൻ. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ് ആര്? ഹാരി ലെവി ലാസൻ എന്നറിയപ്പെടും. അപ്പോൾ പ്രധാനപ്പെട്ട 7 ആൾക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണെന്ന് നോക്കാം. ചെയർമാന്റെ പേര് നമ്മൾ പറഞ്ഞു. എന്താണ്? ജോൺ സൈമൺ എന്നാണ്. ക്ലെമന്റ് ആറ്റ്ലി ഉണ്ടായിരുന്നു, ഹാരി ലെവി ലാസൻ ഉണ്ടായിരുന്നു, എഡ്വേർഡ് കഡോഗൻ ഉണ്ടായിരുന്നു, വെർണൻ ഹാർട്ട്ഷോൺ, ജോർജ് ലെയ്ൻ ഫോക്സ്, ഡൊണാൾഡ് ഹൊവാർഡ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 7 അംഗങ്ങളായിരുന്നു സമിതിയിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു. അടുത്ത കാര്യത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കാം. ഇനി സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അടുത്തതായി നമ്മൾ പഠിക്കേണ്ട പ്രധാന ഭാഗം കേരള PSC ഈ തരത്തിൽ ചോദിക്കുകയാണ്. ശരി, ആ ചോദ്യത്തെ നമുക്ക് എങ്ങനെ നേരിടാം എന്ന് നോക്കാം. കമ്മീഷന് വേണ്ടിയിട്ട് നമുക്കിനി ഭാവിയിൽ വരാനിരിക്കുന്ന പരീക്ഷയിൽ, ഇപ്പോൾ ഉടനെ വരാനിരിക്കുന്ന നമ്മുടെ LDC പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. എന്താണ് ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി എഴുതേണ്ടത് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: കമ്മീഷന് മുമ്പാകെ ബഹിഷ്കൃത ഹിതകാരണി സഭയ്ക്കു വേണ്ടി ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചത് ആരാണ്? ശ്രദ്ധിക്കുക, കമ്മീഷന് മുമ്പാകെ ബഹിഷ്കൃത ഹിതകാരണി സഭയ്ക്കു വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട എന്തിനെ നിയോഗിച്ചത്? ഒരു മെമ്മോറാണ്ടത്തെ മെമ്മോറാണ്ടം കൊടുക്കുന്നത് ഏത് വ്യക്തിയാണെന്ന് ചോദിക്കാം. അത് ഇന്ത്യയുടെ തലപ്പൊക്കമുള്ള, തലയെടുപ്പമുള്ള, നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത, ഒരിക്കലും വിസ്മരിച്ചു പോകാനാകാത്ത ഒരു മനുഷ്യന് ആ മെമ്മോറാണ്ടം സമർപ്പിച്ചേ. പേര് ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കർ ആണ് മെമ്മോറാണ്ടം ആർക്കു വേണ്ടി സമർപ്പിക്കുന്ന? സൈമൺ കമ്മീഷന്
ബഹിഷ്കൃത ഹിതകാരിണി സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ബഹിഷ്കൃത ഹിതകാരിണി സഭ രൂപീകരിക്കുന്നത് തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അതേ അംബേദ്കർ അധസ്ഥിത സമുദായത്തിന് വേണ്ടി തങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിനിധി എന്ന നിലയിൽ ആരെ സമീപിക്കുന്നുണ്ട്? സൈമൺ കമ്മീഷനെ സമീപിക്കുന്നുണ്ട്. ഒരു കാര്യം തെളിച്ചു പറയാം, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു 99 ശതമാനം ജനങ്ങളും സൈമൺ കമ്മീഷനെതിരായിരുന്നുവെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ സൈമൺ കമ്മീഷനെതിരായിരുന്നില്ല. സൈമൺ ഇന്ത്യയിലെത്തട്ടെ, ഇന്ത്യയെക്കുറിച്ച് വ്യക്തമായി ധാരണയുണ്ടാക്കട്ടെ, പഠിക്കട്ടെ, അവരതിനെക്കുറിച്ച് നിയമപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഒരു റിപ്പോർട്ട് മുകളിലേക്ക് അയക്കട്ടെ, അതിനുശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിലെ ചർച്ച ചെയ്താൽ പോരെ എന്ന നിലപാടാണ് അന്ന് അംബേദ്കർ സ്വീകരിക്കുന്നത്. അതിൻ്റെ പേരിൽ അംബേദ്കർ ആ കാലത്ത് ഒരുപാട് പഴി കേട്ടത് ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്ത് തന്നെ ആയിരുന്നാലും അംബേദ്കർ തുടക്കത്തിൽ സൈമൺ കമ്മീഷന്റെ വരവിനെ, അല്ലെങ്കിൽ അവസാന ഘട്ടം വരെയും സൈമൺ കമ്മീഷന്റെ വരവിനെ എന്ത് ചെയ്തിരുന്നു? അംഗീകരിച്ചിരുന്നു. കാര്യം അംബേദ്കർക്ക് വ്യക്തമായി ധാരണയുണ്ട്, അധസ്ഥിത സമുദായത്തിന്റെ പ്രശ്നം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരണം. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ടാണ് സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ട് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1930, 31, 32 വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ഇതേ വട്ടമേശ സമ്മേളനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ലണ്ടനിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു പ്രധാനപ്പെട്ട ആവശ്യം നേടിയെടുക്കുന്നത്, കമ്മ്യൂണൽ അവാർഡ്. ആ കമ്മ്യൂണൽ അവാർഡിലേക്കൊക്കെ നമുക്ക് വരാൻ കേട്ടോ. ഈ പറഞ്ഞതിലൊന്നും നമുക്ക് സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിലയിരുത്തി ഇപ്പോൾ പഠിക്കേണ്ട, നമുക്ക് ഭാവിയിൽ ആ കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ കാര്യം സൈമൺ കമ്മീഷനെ ആരംഗീകരിച്ചിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ അംഗീകരിച്ചിരുന്നു. ക്ലിയർ ആണോ? പക്ഷേ ദേശീയ നേതാക്കളായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഏതിനെതിരായിരുന്നു? സൈമൺ കമ്മീഷന് എതിരായിരുന്നു എന്ന് കാണാം. എന്ത് തന്നെ ആയിരുന്നാലും സൈമൺ കമ്മീഷനിലെ പ്രധാനപ്പെട്ട ഈ ഇന്ത്യക്കാരനില്ല എന്ന് പറയുന്ന ഒരു ചെറിയ പ്രശ്നം പിൽക്കാലത്ത് അത് ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ആക്കം കൂട്ടുന്നതിനും അതിനെ സജീവമായി നിലനിർത്തുന്നതിനും അതിനെ ആ സജീവത തുടരുന്നതിനുമൊക്കെ കാരണമായി തീരുന്നത് ചരിത്രത്തിന്റെ വേറൊരു പ്രത്യേകതയാണ്. ശരി, എന്തായാലും നോക്കാം. ഈ സൈമൺ കമ്മീഷനെതിരായി മദ്രാസിൽ പോരാട്ടം നടത്തിയതുപോലെ തന്നെ ലാഹോറിലും ഒരു പ്രധാനപ്പെട്ട നേതാവ് പോരാട്ടം നടത്തി. ലാഹോറിൽ നേതൃത്വം കൊടുത്ത ഈ പോരാട്ടം നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് എന്നറിയപ്പെടുന്ന പഞ്ചാബിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ലാലാ ലജ്പത് റായ് സൈമൺ കമ്മീഷനെതിരായി മുദ്രാവാക്യവും മുഴക്കി, സൈമൺ ഗോപാക് എന്ന മുദ്രാവാക്യവും മുഴക്കിക്കൊണ്ട് രംഗത്തിറങ്ങിയപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് കമാൻഡർ ആയിരുന്ന J.A. സ്കോട്ട്, ശ്രദ്ധിക്കുക, J.A. സ്കോട്ട് എന്നറിയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ആരെ ശക്തമായി അടിച്ച് അമർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ ലാലാ ലജ്പത് റായെ ശക്തമായി അമർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ലാലാ ലജ്പത് റായ് എന്ത് ചെയ്യപ്പെട്ടു? കൊല്ലപ്പെട്ടു. ഏത് വർഷം? 1928 നവംബർ മാസം 17-ാം തീയതി. 1928 നവംബർ മാസം 17-ാം തീയതി അങ്ങനെ ആര് അന്തരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു? ലാലാ ലജ്പത് റായ് കൊല്ലപ്പെടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലാലാ ലജ്പത് റായ് അന്തരിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന അധ്യായങ്ങളിൽ എഴുതപ്പെടുന്ന ഈ ലാലാ ലജ്പത് റായ് എന്ന് പറയുന്ന മനുഷ്യന്റെ മരണം സൈമൺ കമ്മീഷനെതിരായ ശക്തമായ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴാണ് ഇന്ത്യൻ ദേശീയതാ പ്രസ്ഥാനത്തെ സജീവമായി നിലനിർത്തിയിരുന്ന മനുഷ്യന്മാരെ ഓരോരുത്തരെയായി ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തിയതിന്റെ കഥ ചുരുളഴിയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അങ്ങനെ 1928 നവംബർ മാസം 17-ാം തീയതി ആരുടെ മരണമുണ്ടാകുന്നു? ലാലാ ലജ്പത് റായുടെ മരണമുണ്ടാകുന്നു. ലാലാ ലജ്പത് റായ് അടിയേക്കുന്ന സമയത്ത് ഒരു ധീരമായ വാക്ക് പറഞ്ഞുകൊണ്ട്, ധീരമായ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട്, വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സൈമൺ കമ്മീഷനെ ശക്തമായി ചെറുക്കുന്നത്. അതിങ്ങനെയാണ്: എൻ്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ അടിയും ബ്രിട്ടന്റെ ശവപ്പെട്ടിയിലേക്കുള്ള ആണികളായി തീരും എന്നതായിരുന്നു അന്ന് ലാലാ ലജ്പത് റായ് മുഴക്കിയ ധീര മുദ്രാവാക്യം എന്നറിയപ്പെടുന്ന, ധീരമായ വാക്കുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ അടിയും ബ്രിട്ടന്റെ ശവപ്പെട്ടിയിലേക്കുള്ള ആണികളായി മാറും. സൈമൺ കമ്മീഷനെതിരായ പോരാട്ടത്തിൽ മർദ്ദനമേൽക്കേണ്ടി വന്ന ലാലാ ലജ്പത് റായുടെ വാക്കുകളായിരുന്നു എന്തെന്നറിയപ്പെടുന്നത്, നമ്മൾ ഈ പഠിച്ച പ്രധാനപ്പെട്ട വാചകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെയാണ്?
ക്ലിയർ ആണ്. ശരി, ഇനി ലാലാ ലജ്പത് റായ് എങ്ങനെ 1928 നവംബർ മാസം 17 അന്തരിച്ചു. എന്ത് തന്നെ ആയിരുന്നാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ സൈമൺ കമ്മീഷൻ 1928 ഫെബ്രുവരി മാസം 3 ഇന്ത്യയിലേക്ക് വരികയും 1929 മാർച്ച് മാസം 3 ശ്രദ്ധിക്കണേ, 1929 മാർച്ച് മാസം 3 ഇന്ത്യയിൽ നിന്നും മടങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ രൂപീകരിച്ചത് 1927 നവംബർ മാസം 8 നമ്മൾ പഠിച്ചു. ഓക്കെ, 1928 ഫെബ്രുവരി മാസം 3 ഇന്ത്യയിലേക്ക് വന്നു എന്ന് പഠിച്ചു. 1929 മാർച്ച് മാസം 3 ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയി എന്നതാണ് നമ്മൾ അവസാനമായി പഠിച്ചത്. അപ്പോൾ 1929 മാർച്ച് 3 എന്ത് ചെയ്തു? സൈമൺ കമ്മീഷൻ മടങ്ങിപ്പോയി. അതിനിടയിൽ ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു. 1928 നവംബർ മാസം 17 ആരന്തരിച്ചു? ലാലാ ലജ്പത് റായ് സൈമൺ കമ്മീഷനെതിരായ പോരാട്ടത്തിൽ അന്തരിക്കുകയുണ്ടായി. അതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി ഉണ്ടായി. നമുക്ക് അതുകൂടി പറഞ്ഞു പോവാം. അതായത് ലാലാ ലജ്പത് റായിയുടെ കൊലപാതകത്തിന് കാരണക്കാരനാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഭഗത് സിംഗ് ഒരു മനുഷ്യനെ കൊന്നുകളയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് JP സാൻഡേഴ്സൺ എന്നുള്ളതാണ്. JP സാൻഡേഴ്സണെയാണ് ആര് വധിക്കുന്നത്? ഭഗത് സിംഗ് വധിക്കുന്നത്. സത്യം പറഞ്ഞാൽ JP സാൻഡേഴ്സനെ ആയിരുന്നില്ല ആര് ലക്ഷ്യം വെച്ചിരുന്നത്, ഭഗത് സിംഗ് ലക്ഷ്യം വെച്ചിരുന്ന കാര്യം നമുക്കറിയാം. ഓൾറെഡി നമുക്കറിയാം ലാലാ ലജ്പത് റായിയുടെ വധത്തിന് കാരണക്കാരൻ എന്നറിയപ്പെടുന്ന സ്കോട്ടാണ്. എന്നാൽ കയ്യിൽ കിട്ടിയ നേതാവ്, അല്ലെങ്കിൽ തൻ്റെ അറിവ് വെച്ച് തനിക്ക് തോന്നിയത് ഇന്നയാളാണെന്ന് തോന്നിയപ്പോൾ ഭഗത് സിംഗിന് സാൻഡേഴ്സന്റെ രൂപസാദൃശ്യമാണ് പെട്ടെന്ന് കണ്ണിലുടക്കുന്നത്. അങ്ങനെ JP സാൻഡേഴ്സനെയാണ് ആര് വധിക്കുന്നത്? ഭഗത് സിംഗും കൂട്ടാളികളും ചേർന്ന് വധിക്കുന്നത്. എന്ന് തന്നെ ആയിരുന്നാലും 1928 ഡിസംബർ മാസത്തിൽ തന്നെ ആരെ വധിക്കുന്നുണ്ട്? സാൻഡേഴ്സനെ വധിക്കുന്നുണ്ട്. ഇത് ചരിത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നായി നമുക്ക് എഴുതി ചേർക്കാവുന്ന കാര്യമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എന്ത് തന്നെയായാലും നമ്മൾ സൈമൺ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് എന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല. 1929 അപ്പൊ ഏത് മാസം? മാർച്ച് മാസം 3 സൈമൺ കമ്മീഷൻ ഇന്ത്യ വിട്ട് മടങ്ങി പോകുന്നത്. ഇനി ഒരു കാര്യം നിങ്ങൾ പരമപ്രധാനമായി പഠിച്ചു വെക്കണേ. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1930 ഏത് മാസം? മെയ് 27 അപ്പൊ പഠിക്ക്, 1930 മെയ് മാസം 27 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പൊ സൈമൺ കമ്മീഷൻ ഏത് വർഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചേ? 1930 മെയ് മാസം 27 ഓക്കെ ആണോ? ഓക്കെയാണ്. അപ്പോൾ റിപ്പോർട്ട് സമർപ്പണം 1930 മെയ് മാസം 27 റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ ഈ റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടത് എന്ന നിലപാടുകാരനായിരുന്നു മിതവാദി ദേശീയ നേതാവായിരുന്ന, അതേസമയം ബ്രിട്ടീഷുകാരോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന, പ്രധാന ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കീഴിൽ തന്നെ പ്രവർത്തിക്കുകയും എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഇന്ത്യക്കാരനായിരുന്ന ആര്? ശിവസ്വാമി അയ്യർ പ്രകടിപ്പിക്കുന്നത്. ശിവസ്വാമി അയ്യർ എന്താ പറയുന്നതെന്നറിയാമോ? മാലിന്യ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് മാത്രമാണെന്നറിയപ്പെടുന്നത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. അതായത് ഇന്ത്യക്കാർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു നേട്ടവുമില്ല എന്ന് പറഞ്ഞ് സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്ന് മുദ്രാവാക്യ ഗർജന ശബ്ദത്തോടെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ധീരമായി എടുത്ത വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. തനിക്ക് കിട്ടിയ അധികാരമോ പദവിയോ ഒന്നും ഗൗനിക്കാതെ, തനിക്ക് ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ആനുകൂല്യം കിട്ടാതിരിക്കുമോ എന്ന് ഭയപ്പെടാതെ അന്ന് അദ്ദേഹം പറയുന്ന പ്രധാന വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട റിപ്പോർട്ടാണ്. പറഞ്ഞ മനുഷ്യന്റെ പേര് ശിവസ്വാമി അയ്യർ എന്നാണ് കേട്ടോ. ശരി, ഇനി സൈമൺ കമ്മീഷന് 2 പ്രധാനപ്പെട്ട അനൗദ്യോഗികമായ പേരുകൾ കൂടിയുണ്ട്. നമ്മൾ പൊതുവെ ആ അനൗദ്യോഗിക പേരുകൾ കേട്ട് പരിചയമുള്ളവരായിരിക്കും. ഒന്ന് ഓൾ വൈറ്റ് കമ്മീഷൻ എന്നുള്ളതാണ്. വെള്ളക്കാരുടെ സമിതി എന്നാണ് അതറിയപ്പെടുന്നത്. നമ്മൾ മലയാളത്തിൽ വെള്ളക്കാരുടെ സമിതി എന്ന് പറയാം, ഓൾ വൈറ്റ് കമ്മീഷൻ. മറ്റൊന്ന് ഓൾ വൈറ്റ് കമ്മീഷൻ എന്നറിയപ്പെടുന്നതോടൊപ്പം തന്നെ വൈറ്റ് മെൻ കമ്മീഷൻ എന്നുകൂടി അറിയപ്പെടുന്നത്. വൈറ്റ് മെൻ അഥവാ വെള്ളക്കാരുടെ കമ്മീഷൻ, രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. വെള്ളക്കാരുടെ കമ്മീഷൻ എന്നോ അല്ലെങ്കിൽ ഓൾ വൈറ്റ് കമ്മീഷൻ എന്നോ ഒക്കെ അറിയപ്പെടുന്ന, അനൗദ്യോഗികമായി അറിയപ്പെടുന്നത് സൈമൺ കമ്മീഷനെയാണ്. പക്ഷേ മറക്കരുത്,
എന്താണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ് എന്തിനെ അറിയപ്പെടുന്ന സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്നത്. ഒരു കാര്യം നിങ്ങൾ പഠിക്കണേ, നമ്മുടെ സൈമൺ കമ്മീഷൻ ഒരു പ്രധാന വാക്ക് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള, അതായത് അതുവരെ എഴുതപ്പെട്ട ബ്രിട്ടീഷ് റെക്കോർഡിക്കലി രേഖകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗം ആദ്യമായി റെക്കോർഡിക്കലി രേഖപ്പെടുത്തിയത് ഏത് കമ്മീഷനാണ്? സൈമൺ കമ്മീഷനാണ്. അതിനു മുമ്പ് റെക്കോർഡിക്കലി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടായിരുന്നില്ലേ എന്നതിന് ചില ചരിത്രകാരന്മാരൊക്കെ അതിൽ അങ്ങനെയല്ല, അതിനു മുമ്പ് തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതൊന്നും കാര്യമാക്കണ്ട. നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഉത്തരം എഴുതുക സൈമൺ കമ്മീഷൻ. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ഔദ്യോഗികമായി ഒരു റെക്കോർഡിക്കലി ഒരു രേഖയായി ഒരു കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നത് സൈമൺ കമ്മീഷനിലൂടെയാണ്. ക്ലിയർ ആണോ? 1930 മെയ് മാസം 27 സമർപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടിലൂടെയാണ്. ഓക്കെയാണ്. പക്ഷെ ആ തീരുമാനം തന്നെ നമുക്ക് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതായത് കാസ്റ്റ് പരമായി മനുഷ്യന്മാരെ വേർതിരിക്കുന്നു എന്ന നിലയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറഞ്ഞു തള്ളാവുന്നതാണ്. എന്ത് തന്നെയായിരുന്നാലും നമ്മളെല്ലാവരും ഒരേ മനുഷ്യന്മാരാണ് എന്നും ഒരേ സങ്കല്പത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നും ഒരേ രീതിയാണ് നമ്മുടെ ഉള്ളിലുള്ളതെന്നും അക്കാലത്ത് ഒരിക്കലും ചിന്തിക്കാതിരുന്നൊരു സമൂഹത്തിനിടയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്നൊക്കെ തിരിക്കേണ്ടത് പലരെയും അക്കാലത്തെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആവശ്യമായതുകൊണ്ടാണ് അങ്ങനെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗം സെപ്പറേറ്റ് ആര് നടത്തുന്നത്? ബ്രിട്ടീഷുകാരൻ നടത്തുന്നത്. എന്ത് തന്നെയായിരുന്നാലും മാനവകുലമാണ്, മനുഷ്യകുലമാണ് എല്ലായ്പ്പോഴും അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനെ മുൻനിർത്തിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ഭരണഘടനയെ കൊണ്ടുവരുന്നത്. അതിൻ്റെയൊക്കെ ഒരു മൊത്തത്തിലുള്ള ആകത്തുക പിന്നീട് സൃഷ്ടിച്ചെടുക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ശരി, അത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ആ കാര്യം ചർച്ച ചെയ്യേണ്ടതില്ല. നാം പറഞ്ഞു വന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗം നടത്തുന്നത് ഏത് കമ്മീഷനാണ്? സൈമൺ കമ്മീഷനാണ്. ഒരു ഔദ്യോഗിക രേഖയിലൂടെ, റെക്കോർഡിക്കലി രേഖയിലൂടെ. ഇനി സൈമൺ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്തെല്ലാമാണ്? ഈ സൈമൺ കമ്മീഷന്റെ ശുപാർശകളാണ് നമ്മൾ അവസാനമായി നോക്കുക. എന്താണ് ഇപ്പൊ ഒന്നാമത്തെ ശുപാർശ? 1919 കൊണ്ടുവന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ പോരായ്മകൾ, അപാകതകൾ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്താണ്? ദ്വിഭരണമാണ്. ഈ ദ്വിഭരണം സത്യം പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ അതിനെ ആദ്യം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞ കമ്മീഷൻ ഏത് തന്നെയാണ്? നമ്മുടെ സൈമൺ കമ്മീഷൻ തന്നെ. അപ്പോൾ ഏത് ഒരു പരാജയമാണെന്നാ പറഞ്ഞേ? ദ്വിഭരണം ഒരു പരാജയമാണെന്ന് കമ്മീഷൻ വിലയിരുത്തി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നറിയപ്പെടുന്നത് പ്രത്യേക സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ അധസ്ഥിത സമുദായത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസമുദായ വിഭാഗങ്ങൾക്കോ ആയിട്ട് ഏതെങ്കിലും തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തുടരണം. അതായത് സംവരണ മണ്ഡലങ്ങളായി ഏതെങ്കിലും അധസ്ഥിത വിഭാഗത്തിനോ പ്രത്യേക മതവിഭാഗങ്ങൾക്കോ ഒരു നിയോജക മണ്ഡലം മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ, അധസ്ഥിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ജാതിപരമായ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, മതപരമായ അധസ്ഥിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷം എന്നാണ് അവിടെ അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ന്യൂനപക്ഷപരമായ ഏതെങ്കിലും സമുദായത്തിന് എന്ത് നൽകുന്നുണ്ട് എങ്കിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ, അതുപോലെ തന്നെ നീക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാക്സിമം വർഗീയത പരത്തി ഇന്ത്യക്കാർക്കുള്ളിൽ പരസ്പരം കലഹങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് തുടരണം? നിലവിൽ ഏതെങ്കിലും തരത്തിൽ സമുദായങ്ങൾക്കായി, അവശ സമുദായങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട വിഭാഗങ്ങൾക്കോ ആയിട്ട് മണ്ഡലങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, സംവരണ മണ്ഡലങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, നിയോജക മണ്ഡലങ്ങൾ, സംവരണ മണ്ഡലമല്ല നിയോജക മണ്ഡലങ്ങൾ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തുടരണം. 2 കേന്ദ്രത്തിൽ എന്ത് കൊണ്ടുവരണം? ഒരു ഫെഡറൽ സംവിധാനം കൊണ്ടുവരണം. കേന്ദ്രത്തിൽ അപ്പോൾ എന്ത് കൊണ്ടുവരണം? ഒരു ഫെഡറൽ സംവിധാനം കൊണ്ടുവരണം എന്നും സൈമൺ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഇത്ര കാര്യങ്ങളാണ് സൈമൺ കമ്മീഷനെ കുറിച്ച് പൂർണ്ണമായ വിവരത്തിൽ നിന്ന് കേരള PSCക്ക് നമ്മളോട് ചോദിക്കാവുന്ന പ്രധാന ഭാഗങ്ങൾ. നമ്മൾ ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 1927 നവംബർ മാസം 8-ാം തീയതി തുടക്കം മുതൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ
1927 നവംബർ മാസം 8-ന് സൈമൺ കമ്മീഷൻ രൂപീകരിച്ചു. പ്രധാനമന്ത്രിയുടെ പേര് രൂപീകരിച്ച പ്രധാനമന്ത്രിയുടെ പേര് സ്റ്റാൻലി ബാൾഡ്വിൻ എന്നാണ്. നമുക്കറിയാം സൈമൺ കമ്മീഷൻ രൂപീകരിച്ച സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇർവിനാണ്. അതോടൊപ്പം തന്നെ ആ സമയത്ത് ആരാണ് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ്? ബിർക്കൻ ഹെഡ് ആണ് ആ സമയത്ത് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ്. സൈമൺ കമ്മീഷന് എതിരായി ശക്തമായി ഉയർന്നു കേട്ട മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക് ആണ്. അത് മുദ്രാവാക്യം എഴുതി തയ്യാറാക്കിയത് യൂസഫ് മെഹ്റലിയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1927 മദ്രാസിൽ ഒരു സമ്മേളനം MA അൻസാരി അധ്യക്ഷനായിക്കൊണ്ട് രൂപീകരിക്കുന്നു. ആ സമ്മേളനമാണ് സൈമൺ കമ്മീഷനെതിരായ എന്ത് ചെയ്യുന്നത്? ഒരു പ്രമേയം പാസ്സാക്കുന്നത്. മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരായിട്ട് ഒരു ജാഥ നടത്തുന്നത് തങ്കദൂരി പ്രകാശമാണ്. അത് ലാഹോറിന്റെ കാര്യത്തിൽ വരുമ്പോൾ ആരാവുന്നു? ലാലാ ലജ്പത് റായ് വരുന്നു. ഇനി സൈമൺ കമ്മീഷനിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ജോൺ സൈമൺ അതിന്റെ തലവൻ എന്നറിയപ്പെടുന്ന, പിൽക്കാലത്ത് സൈമൺ കമ്മീഷനിൽ അംഗമായിരിക്കുകയും പിന്നീട് പ്രധാനമന്ത്രിയാവുകയും ചെയ്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ് ആരെന്നറിയപ്പെടുന്നത്? ക്ലെമന്റ് ആറ്റ്ലി എന്നറിയപ്പെടുന്നത്. ഹാരി ലെവി ലാസൻ, എഡ്വേർഡ് കഡോഗൻ, വെർണൻ ഹാർട്ട്ഷോൺ, ജോർജ് ലെയ്ൻ ഫോക്സ്, ഡൊണാൾഡ് ഹൊവാർഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട 7 അംഗ സമിതികളാണ് സൈമൺ കമ്മീഷനിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞതാണ്. ഇനി കമ്മീഷന് ബഹിഷ്കൃത ഹിതകാരണി സഭയുടെ ഒരു പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ ലീഡറായിട്ട് സൈമൺ കമ്മീഷൻ അധസ്ഥിത വിഭാഗത്തിന് പ്രത്യേക അവകാശങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൈമൺ കമ്മീഷനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും മെമ്മോറാണ്ടം സമർപ്പിക്കുകയും ചെയ്തത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി ലാലാ ലജ്പത് റായ് അന്തരിക്കുന്നത് 1928 നവംബർ മാസം 17-ാം തീയതിയാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ അടിയും ബ്രിട്ടന്റെ ശവപ്പെട്ടിയിലേക്കുള്ള ആണികളായി മാറുമെന്നുള്ളതാണ്. 1929 മാർച്ച് മാസം 3-ാം തീയതിയാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യ വിട്ടുപോകുന്നത്. 1928 ഫെബ്രുവരി മാസം 3-ന് വരുന്നു. 1929 മാർച്ച് മാസം 3-ാം തീയതി മടങ്ങിപ്പോകുന്നു. ഇനി സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് 1930 മെയ് മാസം 27-ന് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിനെ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയേണ്ട ഒന്നാണ് എന്ന് അന്ന് വിശേഷിപ്പിക്കുന്നത് ശിവസ്വാമി അയ്യരാണ്. ഓൾ വൈറ്റ് കമ്മീഷൻ എന്നറിയപ്പെടുന്നു, വൈറ്റ് മെൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗം ഔദ്യോഗികമായ ഒരു റെക്കോർഡിക്കലി രേഖയായി മുന്നോട്ട് വയ്ക്കുന്നത് സൈമൺ കമ്മീഷനാണ്. ദ്വിഭരണ രീതി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടതും സൈമൺ കമ്മീഷനാണ്. ഇനി വിവിധ സമുദായങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ള സംവരണ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ നിയോജക മണ്ഡലങ്ങൾ അവർക്ക് വേണ്ടി തന്നെ അത് നിലനിർത്തി കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് സൈമൺ കമ്മീഷൻ. കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ സംവിധാനം കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്നതും സൈമൺ കമ്മീഷനാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് സൈമൺ കമ്മീഷനെ കുറിച്ച്. വ്യക്തമായി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടി, മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. 1930 മെയ് മാസം 27-ന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു 3 വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. 1933-ൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ധവളപത്രം പുറപ്പെടുവിച്ചു. ആ ധവളപത്രം പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 1935-ൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് രൂപീകരിക്കപ്പെടുന്നത്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് വ്യക്തമായി ചർച്ച ചെയ്യേണ്ടത്. ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഭാവി സർക്കാർ ഉദ്യോഗസ്ഥരെ, നിങ്ങൾക്ക് ആശംസകൾ. ഈ ക്ലാസ്സുകൾ വ്യക്തമായി മനസ്സിലായി എന്നാണ് വീണ്ടും കരുതുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.